Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, Miss. കഴിഞ്ഞ ദിവസം മിസ് എടുത്താൽ നോക്കിയോ എല്ലാവരും? നോക്കിയോ? ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി എടുക്കാം അല്ലേ? നെക്സ്റ്റ് മിസ് പിൽഫറേജ് ആൻഡ് വേസ്റ്റേജിന്റെ ഹോസ്പിറ്റൽ എടുത്തില്ലേ? കോസസ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പിൽഫറേജ് നടക്കാനും വേസ്റ്റേജ് നടക്കാനും അല്ലേ? എന്തൊക്കെ ഹോസ്പിറ്റൽ എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമ്മുടെ ഐറ്റംസ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് കളവ് പോകാനും വേസ്റ്റേജ് സംഭവിക്കാനുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് MS എന്നാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഐറ്റംസ് ആണ് കേട്ടോ. ഐറ്റംസ് ITEMS ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജ്. പിൽഫറേജില് ഉൾപ്പെടുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലില് പിൽഫറേജ് നടക്കാൻ സാധ്യതയുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? പറഞ്ഞു ഒന്ന്. എന്തൊക്കെയായിരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് മോഷണം പോകാൻ സാധ്യതയുള്ള കാര്യങ്ങള്? മെഡിസിൻ പോകാം അല്ലെ? പിന്നെന്താണ്? കോട്ടൺസ് പോവാം, ലിനൻസ് പോവാലോ, ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ് അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ലാസ്റ്റ് സെക്ഷൻ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഇത്രയും സാധനങ്ങളുള്ള കോട്ടൺസും മെഡിസിനുകളും അത്രയുള്ളൂ. ഡയറ്ററി സർവീസ് ഉണ്ടെങ്കിലോ ഫുഡ് മെറ്റീരിയൽസ് പോവാലോ. ഇൻസ്ട്രുമെന്റ്സ്, ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സുകൾ മോഷണം പോവാ അല്ലെ? തെർമോമീറ്റേഴ്സ്, ഫുഡ് ഐറ്റംസ് അല്ലെ? ഡയറ്ററി നോക്കിയേ. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫറേജ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഡ്രഗ്സ് അല്ലെ? മരുന്നുകൾ പിൽഫറേജ് നടക്കാം. ഫുഡ് മെറ്റീരിയൽസ് അല്ലെ? എന്താണ് ഫുഡ് മെറ്റീരിയൽസ്? എന്ത് പെടാം? നമ്മൾ ഭക്ഷണം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, പൗഡേഴ്സ് ആയാലും അങ്ങനെയുള്ള സാധനങ്ങൾ പെടാലോ ഡയറ്ററിയില്. റോ മെറ്റീരിയൽസ് മല്ലിപ്പൊടി, മുളക് പൊടി അല്ലെ? ഉപ്പ്, വെളിച്ചെണ്ണ, റോ മെറ്റീരിയൽസ് അല്ലെ? MS അല്ല, ഐറ്റംസ് എന്നാണ് കേട്ടോ. ഐറ്റംസ് എന്നാണ് കേട്ടോ. അപ്പൊ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം, പാകം ചെയ്ത ഭക്ഷണങ്ങൾ മോഷണം പോവാ അല്ലെ? അപ്പൊ ഫുഡ് മെറ്റീരിയൽസ്. നെക്സ്റ്റ് ലിനൻസ് അല്ലെ? ലിനൻ എന്താണ്? ബെഡ്ഷീറ്റുകള്, പില്ലോ കവേഴ്സ്, പുതപ്പുകൾ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ലിനൻ ഐറ്റംസ് മോഷണം പോവാം. പിന്നെ മെറ്റീരിയൽ സച്ച് ആസ് അറ്റൻസിൽസ്. അറ്റൻസിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? പാത്രങ്ങൾ അല്ലെ? ഗ്ലാസ് കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങള്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസ് മോഷണം പോവാം. പിന്നെ ഇൻസ്ട്രുമെന്റ്സുകള്, ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സുകൾ മോഷണം പോവാലോ. ഇപ്പൊ തെർമോമീറ്റേഴ്സ്, അതൊക്കെ ആരെങ്കിലും കൊണ്ടുപോയാൽ നമുക്ക് കാണാൻ പറ്റുമോ? അവര് ബാഗിലിട്ട് കാണാൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റുകൾ, മേ ബി അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റുകളും മോഷണം പോവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് എടുക്കാലോ. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ് അല്ലെ? നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് പിൽഫറേജ്. സെലക്ഷൻ ഓഫ് പിൽഫറേജിൽ പറയുന്നത് നമുക്ക് പിൽഫറേജ് നടന്നിട്ടുണ്ട് അല്ലെ? ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ പിൽഫറേജ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കുന്ന കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, റീസണുകള്. ഇപ്പൊ നമുക്ക് വീട്ടില് തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് മോഷണം പോയിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്, നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്? അതിന് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതേപോലെ എന്താണ് ഹോസ്പിറ്റലില് പിൽഫറേജ് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പിൽഫറേജ് നടന്നിട്ടുണ്ട് എന്ന് അറിയുന്നതിനുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? Any abrupt rise in routine needs or demand. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ തുടർച്ചയായി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അവർക്കറിയാലോ
ഒരു യൂണിറ്റിലേക്ക് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്രത്തോളം സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന്? ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില്, അല്ലെങ്കിൽ വാർഡിലേക്ക്, അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ഏകദേശം എത്ര മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്ന അറിയാലോ? സ്റ്റോർ ഡിപ്പാർട്ട്മെന്റില് സ്റ്റോഴ്സ് ആയിരിക്കും, അറിയാൻ പറ്റോ? അപ്പൊ ഇതില് പറയുന്നത് നോക്കിയേ, എനി അബ്രപ്റ്റ് റൈസ് ഇൻ റുട്ടീൻ നീഡ്സ് ഓർ ഡിമാൻഡ്. ഒരു ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഒരു യൂണിറ്റ്സില് എന്ത് ചെയ്യാ, സാധാരണ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ ഡിമാൻഡുകളിലോ പെട്ടെന്നുള്ള വർധനവ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, അവിടെ പിൽഫ്രേജ് നടക്കുന്നുണ്ട് അല്ലെ, ആണോ? എന്താണ്, ഒരു ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിറ്റില് സാധാരണ ആവശ്യങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകളിലോ പെട്ടെന്നുള്ള ഒരു വർധന വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ പിൽഫ്രേജ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത്, എനി അൺറീസണബിൾ എക്സ്പെൻഡിച്ചർ ഓഫ് എനി സെക്ഷൻ വെൻ കമ്പയർഡ് ടു പ്രീവിയസ് പീരീഡ്. നമ്മ മുൻകാലങ്ങളിലുമായി അല്ലേ, നമുക്കറിയാം ഓരോ വർഷം അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഓഡിറ്റ് എടുക്കുന്നുണ്ടോ ഹോസ്പിറ്റലില്, അക്കൗണ്ട്സ് ക്ലിയറൻസ് എടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, മുൻകാലങ്ങളുമായി പ്രീവിയസ് പീരീഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഭാഗത്തില് അൺറീസണബിൾ ആയിട്ടുള്ള അല്ലെ, കാരണമില്ലാത്ത ഒരു ചിലവ് കാണാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാലോ അവിടെ എന്തെങ്കിലും മോഷണങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ. നമ്മുടെ വീട്ടില് നമുക്ക് മുൻ മാസങ്ങളിൽ അപേക്ഷിച്ച് ചിലവ് കൂടുതൽ വരുമ്പോ നമ്മൊരു എൻക്വയറി നടത്തോ, അന്വേഷണം നടത്തോ, എവിടെയാണ് കൂടുതൽ പൈസ ചെലവായത് അല്ലെ, എന്താ പറ്റിയത് അല്ലെ, നടത്താറില്ലേ? ഞാൻ ഉണ്ട്. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, മുൻകാലയളവുമായി പ്രീവിയസ് പീരീഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു യൂണിറ്റില് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റില് കാരണമില്ലാത്ത ചിലവ് കാണുമ്പോൾ മനസ്സിലാക്കാം അവിടെ പിൽഫ്രേജ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു, വേസ്റ്റേജ് നടന്നിട്ടുണ്ട് അല്ലെ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഡ്രഗ് സ്റ്റോഴ്സില് സോറി ഏരിയാസ് ഓഫ് പിൽഫറേജ് നടക്കുന്ന ഏരിയാസ് ഏതൊക്കെ വിഭാഗങ്ങൾ ഏതെല്ലാമാണ്? കിച്ചൺ റോ മെറ്റീരിയൽ ബിഫോർ കുക്കിംഗ്. എന്താണ് കിച്ചണിലെ റോ മെറ്റീരിയൽസ് അല്ലെ, നമ്മ കുക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള സാധനങ്ങൾ, പൗഡേഴ്സ് ആവാം, അരിയാവാം അല്ലെ, പച്ചക്കറി ആകാം അല്ലെ, വെളിച്ചെണ്ണയാവാം. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള്. കുക്ക്ഡ് ഫുഡ്, കുക്ക് ചെയ്ത ഫുഡ് മോഷണം പോവാലോ, ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ കുക്ക്ഡ് ഫുഡ് മെറ്റീരിയൽസ് ലോസ്റ്റ് വെൻ ട്രാൻസ്പോർട്ട് ഫ്രം കിച്ചൺ ടു വാർഡ്. നമ്മ ഫുഡ് എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്തിട്ട് ഡയറ്ററി കൺട്രോൾ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മ റൂമില് അല്ലെങ്കിൽ വാർഡിൽ കൊണ്ടുപോയി കൊടുക്കല്ലേ. അപ്പൊ അങ്ങനെ ആ ട്രാൻസ്പോർട്ടിങ് സമയത്ത് ഫുഡ് മെറ്റീരിയൽ ലോസ് വെൻ ട്രാൻസ്പോർട്ട് ഫ്രം കിച്ചൺ ടു വാർഡ്, കിച്ചണിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഫുഡ് മെറ്റീരിയൽസ് മോഷണം പോവാം. നെക്സ്റ്റ്, ഡ്രഗ് സ്റ്റോഴ്സിന്ന് പോവാലോ. ഇപ്പൊ ഫസ്റ്റ് പറയുന്നത് കിച്ചണിൽ നിന്നാണ്. ഡ്രഗ് സ്റ്റോഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, ഡ്രഗ് മോഷണം പോവാലോ. കാഷ്വാലിറ്റി ആൻഡ് എമർജൻസി സർവീസ് അല്ലെ, കാഷ്വാലിറ്റിന്ന് അല്ലെങ്കിൽ എമർജൻസി സർവീസിന്ന് ഡ്രഗ്സുകളൊക്കെ മോഷണം പോവാലോ, ഡ്രഗ്സുകളൊക്കെ മോഷണം പോവാം. നെക്സ്റ്റ്, ഏരിയാസ് ഹാൻഡ്ലിംഗ് സീരിയസ് ആൻഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റേണിറ്റി വാർഡ്, സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്. എന്താണ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെ, ഗുരുതര പ്രവർത്തനങ്ങള് കൈകാര്യം ചെയ്യുന്ന ഏരിയാസിൽ നിന്ന് മോഷണം പോവാം അല്ലെ, പിൽഫറേജ് നടക്കാം. എന്താണ് എവിടെ നിന്ന്, ലൈക്ക് ഇങ്ങനത്തെ മെറ്റേണിറ്റി വാർഡിന്ന് സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ് അല്ലെ, നവജാത ശിശുക്കളെ മോഷണം പോവാലോ. നമ്മ പേപ്പറിലെ ന്യൂസിലൊക്കെ കാണാറുണ്ടേ
പേപ്പറിൽ ന്യൂസിലൊക്കെ കാണാറുണ്ട് അല്ലെ, നവജാത ശിശുവിന് മോഷണം പോയി അല്ലേ, ദമ്പതികൾ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ മെറ്റേണിറ്റി വാർഡിൽ നിന്ന് എന്താണ് സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്, നവജാത ശിശുക്കളെ മോഷണം പോവുക. ലേബർ റൂംസിലെ ലേബർ റൂംസിന് പോവാലോ. പിന്നെ ICCU അല്ലെ, ഇന്റൻസീവ് കൊറോണറി കെയർ യൂണിറ്റിന് മരുന്നുകളോ എക്യുപ്മെന്റുകളൊക്കെ മോഷണം പോവാം. പിന്നെ മോർച്ചറീസ് എന്നല്ലേ, മോർച്ചറിന്ന് ഡെഡ് ബോഡികൾ മോഷണം പോവാലോ. കേട്ടിട്ടില്ലേ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അമ്മ? സിനിമയിൽ കണ്ടിട്ടുണ്ടോ ഡെഡ് ബോഡീസ് ഒക്കെ മോഷണം? അപ്പൊ മോർച്ചറിയിൽ നിന്ന് മോഷണം പോവാം. പിന്നെ കാർഡിയോ തൊറാസിസ് യൂണിറ്റ് അല്ലെ, എന്താണ് നമ്മുടെ കാർഡിയോ തൊറാസിസ് യൂണിറ്റിൽ നിന്ന് മെഡിസിനുകള്, എക്യുപ്മെന്റ്സുകള്, ലിനൻസ് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങൾ മോഷണം പോവാം. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സ് അല്ലെ, അവിടെ നിന്ന് മോഷണം പോവാം. പിന്നെ ആക്സിഡന്റ് യൂണിറ്റ് അല്ലെ, ആക്സിഡന്റ് യൂണിറ്റിൽ നിന്നൊക്കെ എന്തൊക്കെയാ മോഷണം പോവാ? ഡ്രഗുകളൊക്കെ മോഷണം പോവാലോ, മെഡിസിനുകള്. പിന്നെ പീഡിയാട്രിക് യൂണിറ്റിൽ നിന്ന് അല്ലെ, കുഞ്ഞുങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് അല്ലെ, പീഡിയാട്രിക് സെക്ഷനിൽ നിന്ന് മെഡിസിനുകളൊക്കെ മോഷണം പോവാം. പിന്നെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്ന് അല്ലെ, ജനറൽ ഐറ്റംസ് വിൽ ബി സ്റ്റീൽ ലൈക്ക് ബ്ലേഡ്, ഡ്രഗ്, ഗ്ലൗസ്, ഇൻ ജനറൽ ആയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്? ബ്ലേഡ് മോഷണം പോവാം, മരുന്നുകൾ മോഷണം പോവാം, ഗ്ലൗസുകൾ മോഷണം പോവാം, അങ്ങനെയുള്ള സാധനങ്ങൾ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്ന് മോഷണം പോവുക. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വാർഡ് സെക്ഷൻസ് അല്ലെ, വാർഡുകളിൽ നിന്ന് മറ്റ് സെക്ഷനുകളിൽ നിന്നൊക്കെ മോഷണങ്ങൾ നടക്കാം. എന്തൊക്കെയാണ്? ലിനന്, സോപ്പ്, ടോർച്ച്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പിൽഫറേജ് നടത്തുക. നെക്സ്റ്റ് വർക്ക്ഷോപ്പ് ആൻഡ് മെയിന്റനൻസ് വിങ് അല്ലെ, നമുക്കറിയാം മെയിന്റനൻസ് സെക്ഷനിൽ ഹോസ്പിറ്റൽ എക്യുപ്മെന്റുകള് അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ട ഒരു സെക്ഷനില്ലേ, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ നമ്മൾ പഠിച്ചു അല്ലെ ഫസ്റ്റ് ഒക്കെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള മെയിന്റനൻസ് വിങ്ങിൽ നിന്ന് അവിടെ നിന്ന് എന്തൊക്കെയായിരിക്കും? ക്യാഷ് പോവാം, മെറ്റീരിയൽസ് പോവാലോ, ടൂൾസുകൾ അല്ലെ, ടൂൾസുകൾ പോവാം, സ്ക്രാപ്പുകൾ പോവാം. മെയിന്റനൻസ് വിഭാഗത്തിൽ നിന്ന് സ്ക്രാപ്പുകൾ പോവാം. പിന്നെ നമ്മ എന്താണ് നന്നാക്കാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്പെയർ പാർട്സുകൾ പോവാലോ, സ്പെയർ പാർട്സുകൾ മോഷണം പോവാം അല്ലേ. നെക്സ്റ്റ് ആംബുലൻസ് സർവീസിൽ നിന്ന് എന്തൊക്കെയാണ് മോഷണം പോകുന്നത്? പെട്രോള്, ഓയിൽ അല്ലെ, ആംബുലൻസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന എന്താണ് പെട്രോള്, ഓയില്, ഡീസൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മോഷണം പോവാം. പിന്നെ ജനറൽ സ്റ്റോഴ്സിൽ നിന്ന് മോഷണം നടക്കാലോ, ലിനൻസ് അല്ലെ, കോട്ടൺസ്, മെഡിസിനുകള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ജനറൽ സ്റ്റോക്സിൽ നിന്ന് മോഷണം പോവാം. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ആയോണ്ട് കേട്ടോ മിസ് അധികം ഇത് ചെയ്യാത്തത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് റെമഡിയൽ മെഷേഴ്സ്. ഇങ്ങനെ പിൽഫറേജ് നടക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഹോസ്പിറ്റലിൽ ചെയ്യാവുന്ന റെമഡിയൽസ് എന്തൊക്കെയാണ്? മാർഗങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെയായിരിക്കും? ഒരു ഹോസ്പിറ്റലില് പിൽഫറേജ്, കളവ് നടക്കാതിരിക്കാൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്, പ്രോപ്പർ ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടായാല് മോഷണം നടക്കോ? ചെക്കിങ്ങുകള്, കൺട്രോളുകള്, നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ല. സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ, ഒരുപാട് സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കാം അല്ലെ. അതാണ് സെക്യൂരിറ്റി, എന്താണ് CCTV അല്ലെ, ക്യാമറ സെറ്റ് ചെയ്യാം. പിന്നെന്താണ്? ഇപ്പൊ കോസ്റ്റ് കൂടിയ മരുന്നുകള് അതൊക്കെ ആര് കൈകാര്യം ചെയ്യണം? വില കൂടിയ മരുന്നുകള്, അതെങ്കിലും എമർജൻസി ഡ്രഗ്സുകളൊക്കെ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. വില കൂടിയ മരുന്നുകള് അതൊക്കെ ആര് കൈകാര്യം ചെയ്യാം അല്ലെ? സീനിയർ ഓഫീഷ്യൽസ്, സീനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾ കൈകാര്യം ചെയ്യുക. അവരെ അണ്ടറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മോഷണം നടക്കോ? കോസ്റ്റ് കൂടിയ മരുന്നുകള് ഇല്ല അല്ലെ. അപ്പൊ നോക്കിയേ,
പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, ഓരോ യൂണിറ്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വിതരണം ചെയ്താൽ പോരെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പം പിൽഫറേജ് നടക്കോ, മോഷണം നടക്കോ, വേസ്റ്റേജ് സംഭവിക്കോ, വേസ്റ്റേജ് സംഭവിക്കോ? ഇല്ല അല്ലെ. നോക്കിയേ, a true study of the system and identification of loopholes അല്ലെ. നമ്മ എന്ത് ചെയ്യുക, ആ ഹോസ്പിറ്റലിലെ സിസ്റ്റം സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കുക അല്ലെ, സ്റ്റഡി ചെയ്യുക. എവിടേക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത് അല്ലെ, എവിടെ എന്തിന്റെയൊക്കെ അഭാവങ്ങളുണ്ട് അല്ലെ, കുറവുകൾ ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞാല് എന്നിട്ട് എന്ത് ചെയ്യാം, പഠിച്ചിട്ട് ഐഡന്റിഫിക്കേഷൻ ഓഫ് ലൂപ്പ് ഹോൾസ്, പഴുതുകൾ തിരിച്ചറിയാം അല്ലെ, അങ്ങനെയല്ലേ ആദ്യം ചെയ്യേണ്ടത്. അവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് സ്റ്റഡി ചെയ്യാല്ലേ, പഠിച്ചിട്ട് ലൂപ്പ് ഹോൾസിനെ കുറിച്ച് മനസ്സിലാക്കുക. ഏതൊക്കെ രീതിയിലാണ് കളവ് നടക്കുന്നത് അല്ലെ, ഏതൊക്കെ രീതിയിലാണ് വേസ്റ്റേജ് സംഭവിക്കുന്നത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാല് ആ കാര്യങ്ങൾ നികത്താൻ സാധിക്കില്ലേ, അത് പിന്നീട് വരാത്ത രീതിയിൽ നമുക്ക് നികത്തിക്കൂടെ, മെയിൻറ്റെയിൻ ചെയ്തൂടെ? ക്ലിയർ ആയോ? അതാ ഇപ്പൊ നമ്മുടെ വീടുകളിലാണെങ്കിൽ ഒരുപാട് മാസം നമ്മ എന്ത് ചെയ്യും, സാധനങ്ങൾ മേടിക്കാൻ പോകും ഇല്ലേ, മേടിക്കാൻ പോവാറുണ്ടോ? സാധനങ്ങൾ മേടിക്കാൻ പോകും. എങ്ങനെയാ പോകുന്നത്? ലിസ്റ്റ് ഇട്ടിട്ടാണോ പോകുന്നത്? ലിസ്റ്റ് എഴുതിയിട്ടാണോ പോകുന്നത്? അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ലിസ്റ്റ് ഇടാണ്ടാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ചെലവ് കൂടോ? മറന്നു പോകും. കൂടാതെ ചെലവ് കൂടോ? കണ്ട സാധനങ്ങളൊക്കെ വാരിയിടില്ലേ, കുറവ് സാധനങ്ങൾ വാങ്ങും, കണ്ടതെല്ലാം വാങ്ങില്ലേ, അപ്പൊ നമ്മുടെ എക്സ്പെൻസ് കൂടോ? എക്സ്പെൻസ് കൂടും. അപ്പൊ ആ ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടല്ലേ നമ്മൾ ലിസ്റ്റ് ഇട്ടുണ്ട് പോണത്. ചിലപ്പോ സാധനങ്ങൾ മറന്നു പോകാം, ചിലപ്പോ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങാം അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ അതേപോലെ എന്താണ്, ഹോസ്പിറ്റലില് അവിടുത്തെ സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഐഡന്റിഫിക്കേഷൻ ലൂപ്ഹോൾസ് അല്ലെ, പിൽഫറേജ് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, വേസ്റ്റേജ് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെയുള്ള ലൂപ്ഹോൾസുകൾ മനസ്സിലാക്കുക. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ്, ഇംപ്രൂവ് മോണിറ്ററിംഗ് സിസ്റ്റം. ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴും പഠിച്ചോ, മോണിറ്റർ ചെയ്യുക അല്ലെ. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക അല്ലെ, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക. പഠിച്ചോ? ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോഴും പഠിച്ചില്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ഈ മോണിറ്ററിംഗ് സിസ്റ്റം അല്ലെ. അപ്പൊ നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മോണിറ്ററിംഗ് ഉണ്ട് അല്ലെ, നിരീക്ഷണം നടത്തുന്നില്ലേ. ICUവിന്റെ പ്രവർത്തനങ്ങൾക്കുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിലെ പ്രവർത്തനങ്ങൾക്കുണ്ട് അല്ലെ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യിക്കുക, വർദ്ധിപ്പിക്കുക. ക്ലിയർ ആയില്ലേ? നമ്മൾ ഒരാള് നിരീക്ഷിക്കാനുണ്ട് എന്നറിയുമ്പോൾ നമുക്ക് പേടിയുണ്ടാവോ? ആ ഒരു കാര്യം ഫിൽഫറേജ് നടത്താൻ, അതല്ലെങ്കിൽ വേസ്റ്റേജ് നടത്താൻ നമുക്ക് ഒരു ഭയം ഉണ്ടാവും അല്ലെ, ഫിയർ ഉണ്ടാവും. ഇപ്പൊ മിസ്സിന് അറിയോ, നിങ്ങൾ അവിടെ വീഡിയോ ഓഫ് ആക്കി വെക്കാണ്, എന്താ ചെയ്യുന്നതെന്ന് മിസ്സിന് അറിയാൻ പറ്റോ? ചിലപ്പോ ചിലര് അവിടെ നിന്ന് എണീച്ചു പോയിട്ടുണ്ടാവാം അല്ലെ, ചിലര് അവിടെ നിന്ന് എണീച്ചു പോയിട്ടുണ്ടാവാം അല്ലേ. ഓണാക്കി വെച്ചോണ്ട് ഉണ്ടോ? ഇല്ല, എല്ലാവരും ഉണ്ട്. ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ്, നിരീക്ഷിക്കാൻ ആളുണ്ട് അല്ലെ. ഇംപ്രൂവിംഗ് സിസ്റ്റം നല്ല രീതിയിലാണ്, ഓരോ സെക്ഷനും നിരീക്ഷിക്കാനുള്ള ആ ഒരു സെക്ഷൻ നല്ല രീതിയിലാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അവിടെ ഫിൽഫറേജ് നടക്കില്ല അല്ലെ, വേസ്റ്റേജ് നടക്കില്ല, അവർക്ക് ഒരു പേടി ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി മോണിറ്ററിംഗ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യിക്കുക. നെക്സ്റ്റ്, സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് നീഡ്സ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് വാർഡ്. വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ വാർഡുകളിലെ
നീഡ്സുകൾ അല്ലെ, ആവശ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കുക. മിസ് പറഞ്ഞില്ലേ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അല്ലെങ്കിൽ ഓരോ സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സാധനങ്ങൾ മാത്രം കൊടുക്കുക അല്ലെ, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ അവിടെ പിൽഫറേജ് നടക്കോ? ഇല്ല അല്ലെ. അപ്പൊ ഓരോ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ വാർഡുകളിലെ ആവശ്യങ്ങളെ കുറിച്ച് ആവശ്യങ്ങളുടെ നിലവാരം മനസ്സിലാക്കുക. ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ എന്ന് പറഞ്ഞു അല്ലെ, സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുക അല്ലെ. അപ്പൊ എന്താണ്, സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ നമ്പർ വർദ്ധിപ്പിക്കുക. ഒരു വലിയൊരു ഹോസ്പിറ്റലിലാണ്, ഒരു ലാർജ് സൈസ്ഡ് ഹോസ്പിറ്റലാണ്, അവിടെ ഒരു 4 സെക്യൂരിറ്റിനെ നിർത്തിയത് കൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് രീതിയിലാവോ? 4 സെക്യൂരിറ്റിനെ ഇല്ല അല്ലെ. ഓരോ സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റീസിനെ വെക്കണം അല്ലെ, വേണ്ടേ? ആണോ? ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ, സെക്യൂരിറ്റി സ്റ്റാഫുകളുടെ നമ്പർ വർദ്ധിപ്പിക്കുക. റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. എന്താണ്, സീനിയർ ഉദ്യോഗസ്ഥരുടെ അണ്ടറിൽ അല്ലെ, സീനിയർ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ എന്താണ് കോസ്റ്റ്ലി ഡ്രഗ്സുകള് കൈകാര്യം 24 മണിക്കൂർ അല്ലെ, കോസ്റ്റ്ലി ഡ്രഗ്സുകള് സീനിയർ ഒഫീഷ്യൽസ് കൈകാര്യം ചെയ്യുക. അത് വിതരണം ചെയ്യുന്നതായിക്കോട്ടെ, അത് സ്റ്റോർ ചെയ്യുന്നതായിക്കോട്ടെ, അതെല്ലാം സീനിയർ സ്റ്റാഫുകളുടെ നിയന്ത്രണത്തിലായിരിക്കണം. നെക്സ്റ്റ്, സപ്ലൈ ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ഓൺ സ്പെഷ്യൽ ഇന്റന്റ് ഓൺലി. നമുക്ക് കോസ്റ്റ് കൂടിയ ഡ്രഗ്സുകൾ ഉണ്ടാവാലോ, ഒരുപാട് വില വരുന്ന ഡ്രഗ്സുകൾ ഉണ്ടാവാം അല്ലെ, സാധാ ഡ്രഗ്സുകൾ. ഇപ്പൊ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ഡ്രഗ്സുകൾക്ക് സാധാ മെഡിസിന്റെ അത്രയും കോസ്റ്റ് ഉള്ളോ? കീമോതെറാപ്പി ഒക്കെ യൂസ് ചെയ്യുന്ന മരുന്നുകൾക്ക് ആണോ? അല്ല അല്ലെ, ഇതിനൊക്കെ റേറ്റ് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോസ്റ്റ്ലി ഡ്രഗ്സുകള് സ്പെഷ്യൽ ഇന്റന്റ് ഉപയോഗിച്ച് മാത്രം വിതരണം ചെയ്യുക. സാധാരണ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റന്റ് ഉപയോഗിച്ച് മാത്രം വിതരണം ചെയ്യുക. നെക്സ്റ്റ്, സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. എന്താണ് സർപ്രൈസ് ആയിട്ട് അല്ലെ നമ്മൾ ഒരു ഓഡിറ്റ് നടത്താൻ അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ നടത്താൻ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റോ? ഇന്ന ദിവസം ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇന്ന ദിവസം വെരിഫിക്കേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റോ? ഇല്ല അല്ലെ. എന്താണ്, അപ്പൊ എന്ത് ചെയ്യണം? സർപ്രൈസ് ആയിട്ട് അങ്ങനെയുള്ള വെരിഫിക്കേഷൻസ്, പരിശോധനകളും ഓഡിറ്റിങ്ങും നടത്തുക. അപ്പൊ എന്താണ്, ഇങ്ങനെ എന്തെങ്കിലും കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് മനസ്സിലാവില്ല അല്ലെ ഏത് സമയം. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു പേടി ഉണ്ടാവും അല്ലെ, ഏത് സമയത്താണ് ഓഡിറ്റിംഗ് വരുന്നത് അല്ലെ, അല്ലെങ്കിൽ ഏത് സമയത്താണ് വെരിഫിക്കേഷന് വരുന്നത് അല്ലെ എന്നാലോചിച്ച് അവർ കള്ളത്തരങ്ങൾ കാണിക്കോ? പിൽഫറേജ് കാണിക്കോ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു പേടി, ഫിയർ അവർക്ക് ഉണ്ടാവാൻ വേണ്ടി എന്താണ്, സർപ്രൈസ് ആയിട്ടുള്ള വെരിഫിക്കേഷൻസും റുട്ടീൻ ഓഡിറ്റിങ്ങും നടത്തുക. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ മിസ് കുറെ ദിവസമായി മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ വെച്ചോണ്ടിരിക്കുന്നത് അല്ലെ, കുറെ ദിവസമായല്ലോ എടുത്തു തുടങ്ങിയിട്ട്. ആ ചാപ്റ്റർ തീർന്നു. ജസ്റ്റ് പെട്ടെന്നൊന്ന് നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് നോക്കിയേ. സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ, വലിയ ചാപ്റ്റർ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ, മറ്റു ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ, ഈസി ചാപ്റ്റർ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് നോക്കുക പെട്ടെന്ന്, എന്നിട്ടെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്തിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ, നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത്
ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് കേട്ടോ. അത് ആ പേര് പോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ആ സെക്ഷൻ മാത്രം. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ക്ലാസ്സിൽ ഇരിക്കുക കേട്ടോ. സിമ്പിൾ ആയിട്ട് പറയാൻ നോക്കാം. എല്ലാവരും പരമാവധി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഈ ചാപ്റ്റർ പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് തേർഡ് മൊഡ്യൂളിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. എടുത്തോട്ടെ മിസ്. ഡൗട്ട്സ് വല്ലതുണ്ടോ? മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ ഡൗട്ട്സ് വല്ലതുണ്ടോ? ഇല്ല. മിസ് എടുത്തോട്ടെ, സ്റ്റാർട്ട് ചെയ്തോട്ടെ ക്ലാസ്. ഡിസാസ്റ്റർ കേട്ടിട്ടില്ലേ? ഡിസാസ്റ്റർ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ദുരന്തം അല്ലേ? ആണ് ഡിസാസ്റ്റർ അല്ലേ? ദുരന്തം. ദുരന്തം എന്ന് പറഞ്ഞാൽ എന്താ? പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല് എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്? നാശം സംഭവിക്കുന്നുണ്ടോ? ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഇപ്പൊ നമുക്ക് ഫ്ലഡ് വന്നു, അതല്ലെങ്കിൽ ഡെത്ത് ഉണ്ട്, ആക്സിഡൻസ്, മരണം സംഭവിക്കുന്നുണ്ട് അല്ലെ? ഒരുപാട് മരണം, ഹ്യൂമൻ ലൈഫിന്റെ ലോസ് സംഭവിക്കുന്നുണ്ട് അല്ലെ? ലോസ് സംഭവിക്കുന്നുണ്ട്, ഡാമേജുകൾ സംഭവിക്കുന്നുണ്ടോ? നാശങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? വീട് നശിച്ചു പോകുന്നുണ്ട് അല്ലെ? ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള നാശങ്ങളാണ്, ഡിസ്ട്രോയിഡ് മെറ്റീരിയൽസിന്റെ നാശങ്ങൾ സംഭവിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻസ് സംഭവിക്കുന്നുണ്ടോ? പാരിസ്ഥിതിക വിഘ്നം സംഭവിക്കുന്നുണ്ടോ?
നാച്ചുറൽ ആയിട്ട്. ഇപ്പൊ ലാസ്റ്റ് നടന്ന ആ ഉരുൾപൊട്ടലില് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ്. ഇപ്പൊ അവിടെ അങ്ങനെയാണോ? ആ ഒരു ഫ്ലഡ്, ആ ഒരു ഇത് ഉരുൾപൊട്ടല് സംഭവിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു അവിടെ ആ ഒരു പ്രദേശം? ഒരുപാട് വീടുകൾ ഉണ്ടായില്ലേ? ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു അവിടെ, ഉണ്ടായിരുന്നോ? ആ ഒരു ഇത് സംഭവിച്ചതിന് ശേഷം അവിടെ എങ്ങനെയാണ്? തരിശായോ? ജീവനുണ്ടോ? ജീവനുണ്ടോ? വീടുകളുണ്ടോ? മരങ്ങളുണ്ടോ? അപ്പൊ എന്താണ്? ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. ആ പോപ്പുലേഷൻ കുറഞ്ഞു അല്ലെ? ആ ഒരു ഏരിയ മൊത്തം. പിന്നെ അവിടെ വീടുകളൊക്കെ വെച്ചിട്ടുണ്ട് ആളുകള്. പിന്നെ ആ ഒരു ഉരുൾപൊട്ടല് നടന്ന ആ ഭാഗത്ത് പിന്നെ വന്ന ആളുകൾ വീടുകൾ വെച്ചോ? ഇല്ല അല്ലെ? അപ്പൊ അവിടെ എന്താണ്? ഒരു ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ സംഭവിച്ചു അല്ലെ? പാരിസ്ഥിതിക വിഘ്നം സംഭവിച്ചോ? അപ്പൊ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് നാശങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? പാരിസ്ഥിതികമായ വിഘ്നങ്ങള്, തടസ്സങ്ങൾ വരുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് എന്താണ്? ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്? ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ സർവീസുകൾക്ക് അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടോ? മനുഷ്യന്മാർക്ക് ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? ഇൻജുറീസ് പറ്റുന്നുണ്ട് അല്ലെ? ഉണ്ടോ? ഇല്ലേ? മരണമല്ലാതെ ആളുകളെ ഒരുപാട് രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ലേ? മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലരെ കാലുകൾ മുറിഞ്ഞു പോകുന്നുണ്ട്, കൈകൾ മുറിഞ്ഞു പോകുന്നുണ്ട്. ചിലരെ മേലേക്ക് എന്താണ് ഇത് ഉരുൾപൊട്ടലൊക്കെ ആണെങ്കിൽ അവരുടെ മേത്തേക്ക് കല്ലുകളൊക്കെ വീണു പോയി. ചിലപ്പോ അവര് അരക്ക് കീഴ്പോട്ട് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം അല്ലെ? പല രീതിയിൽ വെൽത്ത്, ആരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ്? ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസുകൾക്ക് അപജയങ്ങൾ അല്ലെ? ഡിസ്റ്റീരിയോഷൻ സംഭവിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള ആളുകൾ മാത്രമാണോ റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്? ആണോ? അല്ല അല്ലെ? പുറമേ നിന്ന് ഒരു പ്രതികരണം ഉണ്ടാവോ? ഇപ്പൊ വയനാട് അവിടെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോ അവിടെയുള്ള ആളുകൾ മാത്രമാണ് അവര് എന്താണ് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും സേഫ്റ്റി പ്രോഗ്രാം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും ചെന്നത്? ആണോ? അല്ല അല്ലെ? പുറമേ നിന്ന് ആളുകളുടെ ഒരു പ്രതികരണം ഉണ്ടായില്ലേ? റെസ്പോൺസ്. അവർക്ക് എന്താണ്? ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ചോ? അപ്പൊ എന്താണ്? സഫിഷ്യന്റ് ടു വാറന്റ് എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് ഫ്രം ഔട്ട്സൈഡ് ദ അഫക്റ്റഡ് കമ്മ്യൂണിറ്റി ഓർ ഏരിയ. എന്താണ്? ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ഏരിയ, അതല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് പുറമേ നിന്നുള്ള ആളുകളുടെ അസാധാരണമായ ഒരു പ്രതികരണം ഉണ്ടാവുന്നുണ്ട് അല്ലെ? റെസ്പോൺസ് ഉണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ്, ഇങ്ങനെയുള്ള ഒരു ഒക്കറൻസിനെയാണ്, സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അല്ലെ? ദുരന്തം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഒരു ഡെഫിനിഷൻ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് WHO ഡിസാസ്റ്ററിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് നിങ്ങൾ പറഞ്ഞത്. നോക്കാം. Disaster definition. Okay, WHO defines, World Health Organization നമ്മുടെ ഡിസാസ്റ്ററിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ആസ് എനി ഒക്കറൻസ് ദാറ്റ് കോസ്, ഏതൊരു ഇങ്ങനെയുള്ള ഒക്കറൻസ് അല്ലെ, ഇങ്ങനെയുള്ള കോസുകൾ, കാരണങ്ങൾ സംഭവമാകുന്ന ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ എന്ന് പറയാം. ആ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡാമേജ്, നാശമുണ്ടാകുക അല്ലെ? ഡിസ്ട്രപ്ഷന് മുമ്പ് എക്കോളജിക്കൽ എന്നുണ്ട് കേട്ടോ, അതൊന്ന് എഴുതി ചേർത്തെ. എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ.
പാരിസ്ഥിതിക വിഘ്നങ്ങള്, പാരിസ്ഥിതിക തടസ്സങ്ങൾ ഉണ്ടാക്കുക. ഇപ്പൊ ഒരു ഡിസാസ്റ്റർ, ഒരു മഴവെള്ളപ്പാച്ചിൽ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഫ്ലഡ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു സുനാമി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഭാഗത്ത് കൂടെ സഞ്ചരിക്കാനോ നമുക്ക് ആ ഒരു പ്രദേശത്ത് പിന്നെ പോവാൻ പറ്റോ? കുറച്ച് കാലത്തേക്ക് ദിവസത്തേക്ക് പോവാൻ പറ്റോ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവോ? ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവോ? ഇല്ല അല്ലെ? അപ്പൊ എന്താണ്? എക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ സംഭവിക്കാം അല്ലെ, പാരിസ്ഥിതിക വിഘ്നങ്ങൾ സംഭവിക്കാം, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് അല്ലെ, മരണങ്ങൾ സംഭവിക്കാം അല്ലെ, മനുഷ്യജീവന്റെ നഷ്ടങ്ങൾ സംഭവിക്കാം, ഡിറ്റീരിയോറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് ഓൺ എ സ്കെയിൽ. എന്താണ്? ആരോഗ്യ സേവനങ്ങളുടെ അപജയങ്ങൾ അല്ലെ, സ്കെയിൽ അപജയങ്ങൾ മിസ് പറഞ്ഞല്ലോ. എന്താണ്? പല രീതിയിലെ ഹെൽത്തിനെ, ആരോഗ്യത്തെ ബാധിക്കാം അല്ലെ. ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അവരുടെ ശരീരത്തെ, അവരുടെ ബോഡിയിലെ, അവര് മാനസികമായിട്ട് തളർത്താലോ. മാനസികമായിട്ട് അവർക്ക് ഒരുപാട് സൈക്കോളജിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നില്ലേ? ഒരു വീട്ടില് നമ്മ വയനാട് ആ ദുരന്തം കഴിഞ്ഞപ്പോൾ കണ്ടു അല്ലെ, ആളുടെ എന്താണ് അച്ഛനും അമ്മയും സഹോദരിയും മരിച്ചുപോയി അല്ലേ? ആണോ? അപ്പൊ അവർക്ക് അത് എത്രത്തോളം മാനസികമായി അവരെ ബാധിക്കുന്നുണ്ട്? അത് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസുകളുടെ ഒരു അപജയമല്ലേ അല്ലേ? ആണോ? അപ്പൊ എന്താണ്? ഡിറ്റീരിയോറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് ഓൺ എ സ്കെയിൽ. നെക്സ്റ്റ് അവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ. ആ സ്കെയിൽ കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. Sufficient to warrant an extraordinary response from outside the affected community or area. എന്താണ്? വാറന്റിന് മതിയായ അളവില് ഒരു ബാധിത സമൂഹത്തിനെയോ അല്ലെങ്കിൽ പ്രദേശത്തു നിന്നും പുറത്തുമുള്ള അസാധാരണമായ പ്രതികരണം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ഉണ്ടോ? ഒരു ഫ്ലഡ് സംഭവിച്ചു, ഇപ്പൊ മിസ് പറഞ്ഞ എന്താണ് വയനാട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരു സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയയിൽ നിന്നുള്ള ആളുകൾ മാത്രമാണോ റെസ്പോൺസ് ചെയ്തത്, പ്രതികരണം ഉണ്ടാക്കിയത്? ആണോ? അല്ല അല്ലെ, പുറത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് വന്നല്ലേ. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ പോയില്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് പോയില്ലേ? പോയോ? പോയി ഇല്ലേ? പിന്നെന്താണ്? നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചില്ലേ? എല്ലാവരും ഫുഡ് കൊടുത്തു അല്ലെ, ഫുഡ് കൊണ്ടുപോയി, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ കൊണ്ടുപോയി, ക്യാമ്പിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ കൊണ്ടുപോയി ഇല്ലേ? അപ്പൊ എന്താണ്? ആ ഒരു ബാധിച്ച കമ്മ്യൂണിറ്റിക്ക് പുറത്തു നിന്നുള്ള അസാധാരണമായ പ്രതികരണം ഉണ്ടാക്കുക. ഇങ്ങനെയുള്ള ഏതൊരു സംഭവത്തെയും നമുക്ക് എന്ത് പറയാം? ഡിസാസ്റ്റർ, ദുരന്തം എന്ന് പറയാം അല്ലേ? ക്ലിയർ ആയോ ആ ഡെഫിനിഷൻ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് ആ ഡെഫിനിഷൻ ആണ് കേട്ടോ മിസ് പറഞ്ഞത്. ഫസ്റ്റ് ഉള്ള ഇൻട്രൊഡക്ഷൻ നമുക്ക് തുടങ്ങാം. Disaster have been in existence ever since the history of mankind and have molded the destiny of the earth and its people. ഡിസാസ്റ്റർ നമ്മ ഈ ഒരു 3 വർഷം, ഒരു 4 വർഷം ആയപ്പോ മുതൽ കേൾക്കുന്നതാണോ? ആണോ? ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഉരുൾപൊട്ടല്, എന്താണ് ഫ്ലഡ്, അതല്ല എല്ലാ കാര്യങ്ങളും വാറ് പെടുന്നുണ്ട്, യുദ്ധങ്ങൾ പെടുന്നുണ്ട്, എയർ ആക്സിഡന്റ് പെടുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഡിസാസ്റ്റേഴ്സ് നമ്മ ഒരു 4 വർഷമായിട്ടൊക്കെയാണോ കേൾക്കുന്നത്? ആണോ? അല്ലല്ലോ. മനുഷ്യരാശിയുടെ ചരിത്രം മുതൽ അല്ലെ നമുക്ക് ഡിസാസ്റ്റർ നിലവിലില്ലേ, ദുരന്തങ്ങൾ നിലവിലില്ലേ? പ്രായമായവർ കേട്ടിട്ടുണ്ടോ? പറയുന്നത് കേട്ടിട്ടുള്ള ഇന്ന 51 മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി അല്ലെ, യുദ്ധം ഉണ്ടായി, കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? വയസ്സായ ആളുകളൊക്കെ പറഞ്ഞ്. അപ്പൊ എന്താ? മനുഷ്യരാശിയുടെ
ചരിത്രം മുതൽ അല്ലെ, ആരംഭം മുതലേ എന്താണ് ദുരന്തങ്ങൾ, നമ്മുടെ ഡിസാസ്റ്റേഴ്സ് നിലവിലുണ്ട്. പിന്നെന്താണ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അവിടെയുള്ള എന്താണ് പീപ്പിൾസിലെ ജനങ്ങളെയും അവിടുത്തെ എർത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിസാസ്റ്ററിനുമായി ബന്ധപ്പെട്ട് വാർത്തെടുക്കുന്നു അല്ലെ, മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അല്ലെ. ആണോ? ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അവിടുത്തെ എർത്ത് എങ്ങനെയായിരിക്കും, അവിടുത്തെ ഭൂപ്രദേശം എങ്ങനെയായിരിക്കും, തരിശു ഭൂമി അല്ലെ. ആണോ? വീടുകൾ ഉണ്ടാവില്ല. ആണോ? അപ്പൊ എന്താ, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് എന്തുണ്ട്, ആ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ആളുകളെയും അല്ലെ, പീപ്പിൾസിനെയും എർത്തിനെയും മോൾഡ് ചെയ്തെടുക്കുന്നു അല്ലെ, ആ വിധിക്കെതിരെ വാർത്തെടുക്കുന്നു. ക്ലിയർ ആയോ? അത് സദാ പറഞ്ഞ ഡിസാസ്റ്റർ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ വലിയ പ്രശ്നമില്ല. ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രം. അപ്പൊ അതുകൊണ്ട് പരമാവധി ലെഫ്റ്റ് ചെയ്യാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ തന്നെ പഠിക്കാന്ന് വെച്ചാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് മിസ് വീണ്ടും വീണ്ടും പറയുന്നത്, പരമാവധി ക്ലാസ്സിൽ ഇരിക്കാൻ നോക്കുക കേട്ടോ. ആദ്യത്തെ ഒരു കുറച്ച് സെക്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഒരു സെന്റൻസ് എല്ലാവർക്കും ഓക്കെ ആയോ? മനുഷ്യരാശിയുടെ ആരംഭം മുതൽ അല്ലെ, നമ്മൾ കേട്ടിട്ടില്ലേ, ഒന്നാം ലോക മഹായുദ്ധം അല്ലെ, രണ്ടാം ലോക മഹായുദ്ധം, ക്വിറ്റ് ഇന്ത്യ അല്ലെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അല്ലെ. ഇതൊക്കെ എന്താണ്, ഇന്ന് നടന്ന സംഭവങ്ങളാണോ? ഇതൊക്കെ ദുരന്തങ്ങൾ തന്നെയല്ലേ? ഒന്നാം ലോകം അല്ലെ, ഇപ്പൊ അടുത്ത് റീസെന്റ് നടന്നതാണോ? അല്ല അല്ലെ, ഒരുപാട് നാളുകൾക്ക് മുമ്പ് നടന്നതാണ് അല്ലെ. അപ്പൊ എന്താണ്, മനുഷ്യരാശിയുടെ ആരംഭം മുതൽ എന്താണ് ദുരന്തങ്ങൾ നിലവിലുണ്ട്. ഇതെന്താണ്, ആ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല് അവിടെയുള്ള ആ ഒരു സെക്ഷനിലുള്ള പീപ്പിൾസിനെയും ജനങ്ങളെയും അവിടുത്തെ എർത്തിനെയും ആ ഒരു ഡിസാസ്റ്ററിന് അനുബന്ധമായി വാർത്തെടുക്കുന്നു. ക്ലിയർ ആയ എല്ലാവർക്കും? ഓക്കെ. Next, the disaster event affects every community and no community is free from it. ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാല് അവിടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു പർട്ടിക്കുലർ ഒരു കമ്മ്യൂണിറ്റിയെ മാറ്റി നിർത്തുന്നുണ്ടോ? ജനതയെ, സമൂഹത്തെ മാറ്റി നിർത്തുന്നുണ്ടോ? കുഞ്ഞു കുട്ടികളാണ്, മുതിർന്നവരാണ്, അല്ലെങ്കിൽ പ്രായമായവരാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടോ ഡിസാസ്റ്റർ? ഇല്ല അല്ലെ. ഓരോ കമ്മ്യൂണിറ്റി എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട് അല്ലെ. ആണോ? അപ്പൊ എന്താ, ഡിസാസ്റ്റർ എന്താണ്, ദുരന്തങ്ങൾ എല്ലാ സമൂഹത്തെയും എന്താണ് ഒരുപോലെ ബാധിക്കുന്നു അല്ലെ. ഒരു ആളുകളെയും ഒരു സമൂഹത്തെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല. ഇപ്പൊ വയനാട് ദുരന്തം സംഭവിച്ച കുഞ്ഞു കുട്ടികളും അതിന്റെ അനുഭവിക്കേണ്ടി വന്നല്ലേ, ഇരയായിട്ടില്ലേ, വിക്റ്റിമായിട്ടുണ്ട് അല്ലെ, ഇരയായിട്ടുണ്ട്. അവരെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആ വെള്ളം ഇത് മാറ്റി നിർത്തിയ ഉരുൾപൊട്ടല് ഇല്ല അല്ലെ. അപ്പൊ എന്താ, ഒരു ഡിസാസ്റ്റർ എന്താണ്, എല്ലാ സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്നു. അല്ലെങ്കിൽ എന്താണ്, പൈസ ഉള്ളവരാണ് അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടോ അതിൽ നിന്ന്? ഇല്ല അല്ലെ, എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നു. നെക്സ്റ്റ്, the disaster may be the second major human problem after war in respect of monetary damage and the number of people killed or affected. ഡിസാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വാറിന് ശേഷമുള്ള ഒരു സെക്കൻഡ് മേജർ പ്രോബ്ലം ആണ് അല്ലെ. യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പീപ്പിൾസിനെ, നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമല്ലേ ഡിസാസ്റ്റർ. ഇപ്പൊ നമുക്കറിയാം, ഫ്ലഡ് വന്നു അല്ലെ, ഫ്ലഡ് വന്ന സമയത്ത് എന്താ പറ്റിയേ? മിസ് എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ, ഫ്ലഡ് മാത്രമല്ല ഒരുപാടുണ്ട്. ആ ഫ്ലഡ് വന്ന സമയത്ത് എന്താ പറ്റി? ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു അല്ലെ. വീടുകൾ നഷ്ടപ്പെട്ടു അല്ലെ, അവരുടെ വീട്ടിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു?
എക്കണോമിക്കലി ഒരുപാട് ലോസ് സംഭവിച്ചോ? ചിലവരെന്താണ് ബിസിനസ്സുകൾ നശിച്ചു പോയില്ലേ? ബിസിനസ്സുകൾ നശിച്ചു പോയി. ഹെൽത്ത് ആൻഡ് വെൽത്ത്, ആരോഗ്യത്തെയും അവരെ സമ്പാദിക്കുകയും അല്ലെ, വെൽത്തിനെയൊക്കെ ബാധിച്ച് അല്ലെ. അപ്പൊ എന്താ പിന്നെ അവരെന്ത് ചെയ്യണം? സമ്പാദിക്കണം. വീണ്ടും ഒന്നേന്ന് തുടങ്ങണം അല്ലെ. ആദ്യം മുതൽ അവർ തുടങ്ങണോ? ചിലർക്ക് എന്താണ് ചിലർക്ക് എന്താ അവരെ ബന്ധുക്കളെ നഷ്ടപ്പെട്ടു അല്ലെ. ആണോ ഫ്ലഡ് വന്നപ്പോഴാ? അപ്പൊ എന്താണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത്? അതൊക്കെ വലിയൊരു ഇഷ്യൂസ് അല്ലേ. നമ്മുടെ എന്താണ് നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ച സമ്പാദ്യം നഷ്ടപ്പെടുക, വീട് നഷ്ടപ്പെടുക, നമ്മുടെ റിലേറ്റീവ്സിനെ, നമ്മുടെ ആളുകളെ, സ്വന്തക്കാരെ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ സംഭവങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ യുദ്ധത്തിന് ശേഷം എന്താണ് നമ്മുടെ മനുഷ്യരെ എഫക്റ്റ് ചെയ്യുന്ന, ബാധിക്കുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് ഡിസാസ്റ്റേഴ്സ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നുണ്ട്. മോണിറ്ററി ഡാമേജ് അല്ലെ, ധനപരമായ, മോണിറ്ററി എന്ന് പറഞ്ഞാല് ധനസാമ്പത്തികമായ നഷ്ടങ്ങൾ വരുത്തുന്നു. കൂടാതെ എന്താണ് നമ്പർ ഓഫ് പീപ്പിൾ കിൽഡ് ഓർ എഫക്റ്റഡ് അല്ലെ, ഒരുപാട് ആളുകൾ മരിക്കുകയും ഒരുപാട് ആളുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ? അപ്പൊ ഒരുപാട് ആളുകളുടെ എന്താണ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ അല്ലെ, എഫക്റ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ ആണോ? അത്രയും ഭാഗം ഓക്കെ ആണോ? Millions of people for victim annually by natural disaster and result in number of death, suffering and economic losses. നമ്മുടെ രാജ്യത്ത് മാത്രമാണോ ഡിസാസ്റ്റർ ഉള്ളത്? യുദ്ധങ്ങള്, സുനാമികള്, കൊടുങ്കാറ്റുകള് നമ്മുടെ നാട്ടിൽ മാത്രമാണോ ഉള്ളത് അല്ലെ? അല്ല അല്ലെ, പുറമെ അല്ലെ, വേൾഡ് വൈഡ് ഉണ്ട് അല്ലെ. വേൾഡിലെ ലോകമെമ്പാടും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് മില്യൺസ് ഓഫ് പീപ്പിൾ അല്ലെ, ഒരുപാട് ആളുകള് എന്താണ് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് ഇരകളാണ് അല്ലെ. അവർക്ക് എന്താണ് ഈ ഡിസാസ്റ്റേഴ്സ് വഴി victim annually by natural disasters. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റർ? നാച്ചുറൽ ആയിട്ടുള്ള ദുരന്തങ്ങൾക്ക് എന്താണ് മില്യൺസ് ഓഫ് പീപ്പിൾ, ഒരുപാട് ജനങ്ങള് ഇരകളാണ്, വിക്റ്റിമാണ്. ആൻഡ് റിസൾട്ട് ഇൻ നമ്പർ ഓഫ് ഡെത്ത്. ഇതിന്റെ റിസൾട്ട് ആയിട്ട്, ഫലമായിട്ട്, ഈ നാച്ചുറൽ ഡിസാസ്റ്ററിന്റെ ഫലമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുന്നത്? ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് ആളുകൾക്ക് എന്താണ് സഫറിങ് എന്താണ് സാമ്പത്തികമായിട്ടും ഫിസിക്കലി, സൈക്കോളജിക്കലി അവരെ എഫക്ട് ചെയ്യുന്നുണ്ടോ? അവരെ ബാധിക്കുന്നുണ്ടോ? മെന്റലി, ഫിസിക്കലി അല്ലെ, ഒരുപാട് ആളുകളെ ഈ ഡിസാസ്റ്റേഴ്സ് ബാധിക്കുന്നുണ്ട്. ആൻഡ് ദ പൂവറസ്റ്റ് കൺട്രീസ് ആർ മോസ്റ്റ്ലി ഇഫക്റ്റഡ് ബൈ ഡിസാസ്റ്റർ എക്കണോമിക്കലി ആൻഡ് സോഷ്യലി. ഇപ്പൊ നമുക്കറിയാം, നമ്മ സുനാമി വന്നു അല്ലെ, അതിന് ഫ്ലഡ് വന്നേ പിന്നെ നമ്മ ഒന്ന് അതിലൊക്കെ ഒന്ന് റിക്കവറി ആയോ? റിക്കവറി ആയില്ല. കുറച്ചു പേരൊക്കെ ഒന്ന് റിക്കവർ ആയില്ലേ സാമ്പത്തികമായിട്ട് അല്ലെ. 2-3 വർഷം കഴിഞ്ഞപ്പോ അവരെന്ത് ചെയ്ത് അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് റിക്കവറി ആയി എടുത്ത്. പക്ഷെ നമ്മുടെ കേരളം, നമ്മുടെ ജനത അല്ലെ, പക്ഷെ ഈ പൂവറസ്റ്റ് കൺട്രീസിൽ അങ്ങനെയാണോ? അവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമോ? പെട്ടെന്ന് തന്നെ സൊമാലിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഇത് കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആരെ? പൂവറസ്റ്റ് കൺട്രീസിനെ ആയിരിക്കും അല്ലെ. countries are mostly affected by disaster. അവരെന്താണ് സാമ്പത്തികമായിട്ടും സാമൂഹികപരമായിട്ടും അവരെന്താണ് ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? Next, disaster management can be defined as the organization and management of resources
and responsibilities for dealing with all humanitarian aspects of emergencies. In particular, preparedness, response and recovery in order to reduce the after effect of disaster. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിസാസ്റ്റർ, ഒരു സ്ഥലത്ത് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാനേജ്മെന്റ് ചെയ്യുന്നുണ്ടോ? മാനേജ് ചെയ്യുന്നുണ്ടോ? കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഏതൊക്കെ രീതിയിലാണ്? അപ്പോഴേക്കിനും ഒരുപാട് ഓർഗനൈസേഷൻ സംഘടനകളൊക്കെ പോയി കഴിഞ്ഞിട്ട് അവരെ റിക്കവർ ചെയ്തെടുക്കാൻ അല്ലെ, അവരെ വീണ്ടെടുക്കാൻ, അവർക്ക് വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനായിട്ട് അല്ലെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്, മാനേജ് ചെയ്യാനായിട്ട് ആളുകൾ എത്തുന്നുണ്ട് അല്ലെ. ഉണ്ടോ? അപ്പൊ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നത് ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലേ, പിന്നിൽ പ്രവർത്തിക്കുന്ന അതിന്റെ റെസ്പോൺസ്, അത് അവരെ ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ആ ഒരു കമ്മ്യൂണിറ്റിനെ അല്ലെ, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയയിലെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, റിക്കവറി ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരെ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയുമാണ് അല്ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. ആണോ? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നത് അടിയന്തര സാഹചര്യങ്ങൾ അല്ലെ, ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ഡിസാസ്റ്റർ, ഒരു ദുരന്തം ഉണ്ടായി, ഒരു സുനാമി ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? എല്ലാ മാനുഷിക വശങ്ങളും അല്ലെ, ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സുകൾ അല്ലെ, എല്ലാ മാനുഷിക വശങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള വിഭവങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഓർഗനൈസേഷനെയും മാനേജ്മെന്റിനെയുമാണ് എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച പ്രദേശത്ത് എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ചെയ്യണം അല്ലെ, തയ്യാറെടുപ്പ് നടത്തണം, അവർക്ക് വേണ്ട റെസ്പോണ്ട്, പ്രതികരണങ്ങൾ നടത്തണം അല്ലെ. വേണോ? പ്രതികരണങ്ങൾ നടത്തണോ? അവരെന്താണ്? അവിടെ നിന്ന് രക്ഷിക്കണം അല്ലെ. ഇപ്പൊ ഉരുൾപൊട്ടൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ഉണ്ടാവോ? നമ്മ വയനാട് ദുരന്തം കണ്ടപ്പോ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ, ഒരുപാട് ആള്. അപ്പൊ അവരൊക്കെ അടിയിൽ നമ്മൾ വീണ്ടെടുക്കണ്ടേ? എടുക്കണ്ടേ? ജീവനുള്ളവരുണ്ടാവും അല്ലെ ചിലപ്പോ അതിന്റെ അടിയില് അല്ലേ. പിന്നെന്താണ്? അവരെ മാറ്റി താമസിപ്പിക്കണം അല്ലെ, പ്രിപ്പയർഡ്നെസ്. അവരെ മാറ്റി താമസിപ്പിക്കണോ? സേഫ് ആയിട്ട് മാറ്റി താമസിപ്പിക്കണം, രക്ഷപ്പെട്ടവരെ മാറ്റി താമസിപ്പിക്കണം അല്ലെ. അവർക്ക് വേണ്ട ഫുഡ് അല്ലെ, അവർക്ക് വേണ്ട മെഡിസിനുകള് വേണോ? അവർക്ക് വേണ്ട മെഡിസിനുകൾ അല്ലെ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ അല്ലെ, ട്രീറ്റ്മെന്റുകൾ വേണം അല്ലെ. അവർക്ക് ഇനി ആവശ്യമായ, ജീവിക്കാൻ ആവശ്യമായ സപ്പോർട്ടുകൾ കൊടുക്കണോ? വീട് വേണം അല്ലെ, സപ്പോർട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റെസ്പോൺസ് ആൻഡ് റിക്കവറി, അവരെ വീണ്ടെടുക്കുക, അങ്ങനെയുള്ള എന്താണ് ആ ഒരു ഡിസാസ്റ്ററിന്റെ എഫക്ട് കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെ, അനന്തര ഫലങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി എടുക്കുന്ന എന്താണ് റെസ്പോൺസിനെയും റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളെയും ഒക്കെയാണ് നമ്മ എന്ത് പറയുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ആ ഒരു ഡെഫിനിഷൻ ഒന്നും കൂടി പറഞ്ഞു തരാം കേട്ടോ, എന്നിട്ട് ബാക്കി തുടങ്ങാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്നും കൂടി എടുക്കാം കേട്ടോ. ഡിസാസ്റ്റർ എന്നുള്ള ചാപ്റ്റർ മിസ് ഒന്നുകൂടി പറയാണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ആദ്യത്തെ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് പരമാവധി നിങ്ങൾ മിസ്സിനായിട്ട് കോപ്പറേറ്റ് ചെയ്യാം. അതെന്ന് വെച്ചാൽ ക്ലാസ്സുകൾ പരമാവധി കേൾക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ,
മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.